സംശയം. നമ്മള് കുറച്ച് ഇപ്പോൾ നമ്മള് സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും. വായന എന്നുള്ളത് ഒരു സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. Yeah. പഠിക്കുക എന്നുള്ളത് പുസ്തകം പഠിക്കുക അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമുക്ക് അങ്ങനെയല്ലല്ലോ. Yeah. നമുക്ക് പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുക, അറിവുകൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. Yeah. ഇതൊക്കെ ഇല്ലാതെ നമ്മൾ പല സാധനങ്ങളും ഉപയോഗിക്കാതെ വെക്കുമ്പോൾ തുരുമ്പ് പിടിക്കുംന്ന് പറയുന്ന പോലെ, ഇത് തുരുമ്പ് പിടിക്കുന്നത് തന്നെയല്ലേ ആണ്. അപ്പൊ മനസ്സിനൊക്കെ? അതിന് വലിയൊരു ഉദാഹരണമാണ്. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ നമ്പറുകൾ നമ്മൾ ഫീഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് നമുക്കൊക്കെ എത്രയോ പേരുടെ അതെ, നമ്പറുകൾ അതെ. കാണാപ്പാട് ഉം, അറിയായിരുന്നു. ഉം. ഇപ്പൊ സ്വന്തം നമ്പർ പോലും അടിച്ചു നോക്കിയിട്ടാണ് അതെ, അതെ. ആ. പറയേണ്ടതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ പറയും, ഉം. നിങ്ങളുടെ നമ്പർ താ, ഞാനൊരു മിസ് കോൾ തരാമെന്ന് ഉം, പറയും ഉം, അല്ലെ. ഉം. അപ്പൊ അതായത് നമ്മളുടെ പ്രോസസ്സിങ് ഡിമാൻഡ്സ് കൂടുന്നുണ്ട്. ഉം. നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഉം, ആ ഉം. ബാഹുല്യം കൂടുന്നത് കൊണ്ടും ഉം. നമ്മുടെ വർക്കുകള്, നമ്മൾ ചിന്താരീതികളൊക്കെ ഓവർലോഡഡ് ആകുന്നുണ്ട്. ഉം. എത്രയോ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഉം. അപ്പൊ അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉം. ഉം. നമ്മളിലൊക്കെ എവിടെയൊക്കെയോ കുറഞ്ഞു വരുന്നുണ്ട്. ഉം. അത് കൂടുതലും നമ്മൾ പറയുന്ന നമുക്ക് വരുന്ന ഈ ഈസി മെത്തേഡ്സ് വരുന്നു, അതാണ്. ആ. അതിലേക്ക് ഹബിച്വേറ്റഡ് ആയി ഉം. പോകുന്നതും കൂടി കൊണ്ടാണ്. ഉം. ഇപ്പൊ ഇനിയൊക്കെ ഇപ്പൊ എഐയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ അതൊക്കെ ഒരു വന്നതോടുകൂടി അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ വളരെ ഭീതിയോടെ തോന്നുന്നൊരു കാര്യമാണ്. ആണ്. കാരണം അല്ലേ? ഈ മനുഷ്യനിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് നമുക്കൊരു അനുഗ്രഹമാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ സയന്റിഫിക് ആയിട്ട് നമുക്ക് കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉം. ഒത്തിരിയേറെ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ മനുഷ്യബുദ്ധിയെ, മനുഷ്യന്റെ ആ മനുഷ്യൻ വിഭാവനം ചെയ്യുന്ന കുറെ കാര്യങ്ങളെ, ഉം. മാനുഷികമായിട്ടുള്ള മനോഭാവങ്ങളെല്ലാം അത് മാറ്റിക്കളയുന്നുണ്ട്, മനുഷ്യന്റെ ചിന്തകളെ വരെ അവൻ അതെ, സ്വാധീനിക്കുന്നുണ്ട്. അതെ, സോ അതെ, അതെ. അപ്പൊ ഉം. അതൊക്കെ ഫെയ്ഡഡ് ആയിട്ട് ഉം, തുടങ്ങുകയാണ് ഉം, ഇനി. ഉം, ഇപ്പൊ ഉം. ഒരു ഹ്യൂമൻ റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ് ഫെയ്ഡിങ് അതെ, അതെ, പ്രോസസ്സിലേക്ക് അതെ. ആ. ഉം, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉം. അപ്പം നമുക്ക് ഈ ലേണിംഗ് ഡിസബിലിറ്റിയും അല്ലെങ്കിൽ പ്രായമായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഉം. ഡീജനറേറ്റീവ് പ്രോബ്ലംസും ഉം. ഒന്നാണെന്ന് പറയാൻ പറ്റും. അത് അതെ, രണ്ടും അതെ, അതെ. രണ്ട് ഉം, തന്നെയാണ്. ഉം, ഉം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേൺ ഇപ്പം ഉം. എഴുതാൻ, വായിക്കാൻ, ഉം, ഉം. അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ, ഇപ്പം ഇതിന് ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ലേണിംഗ് ഡിസബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉം. ഇപ്പം നമ്മുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും കുട്ടികളുടെ ഉം. കേസസ്, പ്രത്യേകിച്ച് അഡോളസൻസിന്റെ ഉം, ഉം. കേസസ് വരുമ്പോഴത്തേക്കും അവർ പറഞ്ഞേക്കുന്നത്, സിസ്റ്റർ ഈ കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഉം. ഇത്രയും പ്രശ്നം എഴുതാനും വായിക്കാനും ഉം. ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. ഉം. കാരണം ആ സമയങ്ങളിൽ പാൻഡമിക്കിന്റെ കാലഘട്ടങ്ങളിൽ അവർ സ്ക്രീനിലേക്ക് തിരിഞ്ഞു. അതെ, അതെ. ആ. സ്ക്രീനിലേക്ക് തിരിയുമ്പോൾ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഒരു അസിസ്റ്റീവ് ഡിവൈസ് അവർക്കുണ്ട്. ഉം. ആ അസിസ്റ്റൻസ് ഇവർ ധാരാളമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉം. ഇവരുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഉം, ആ ഉം, ഉം. കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞ ഉപയോഗശൂന്യമായി ശൂന്യമായി. തുരുമ്പടിച്ചു തുടങ്ങുകയാണ്. അതെ. ആ. ഇരുന്ന് കിട്ടുന്നില്ല ഉം, കുട്ടികൾ. ഉം, ഉം, ഉം. പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എഴുത്ത് വായന എന്ന് പറയുന്നതൊക്കെ വളരെ ഉം. മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉം. വരികയാണ്. അതെ, അതെ. അപ്പോൾ ഇവിടെ നമുക്കൊരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം ആ ഒരു സമയത്ത് കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉം. അവര് ബുദ്ധിപരമായിട്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഉം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബിസിനസ്സിലെ മറ്റു ടാക്ലിംഗ് എല്ലാം നന്നായിട്ട് ഉം, നടക്കും. ഉം, ഉം. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ വരുമ്പം അവരൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ആൻസൈറ്റിയിലേക്ക് പോകും. ഉം, ഉം. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഓർക്കുവാണ്, ഒരു കേസ്, ഉം. ഒരു സ്ത്രീ പറഞ്ഞൊരു കേസ്. അവരുടെ അച്ഛൻ ഉം. മേ ബി ചിലപ്പോൾ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഉം. അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ എഴുതി സബ്മിറ്റ് ഉം. ചെയ്യേണ്ടതായിട്ട് ഉം. വന്നു. ഉം. ഉം. അങ്ങനെ വന്നു. അദ്ദേഹത്തെ ഒത്തിരി പേരുടെ മുൻപിൽ വെച്ച് ഉം. കളിയാക്കുകയാണ്. ഉം. അതിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ ആ ഉം. ഓർഗനൈസേഴ്സ് കളിയാക്കുകയാണ്. അപ്പം അത് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു എന്ന് ഉം. പറഞ്ഞു. ഉം. അപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ പറയാണ്, സിസ്റ്റേ, ഒരു പക്ഷേ എൻ്റെ അച്ഛന് ആ എഴുതാനുള്ള ഒരു ഡിസ്ഗ്രാഫിയ ഡിസോർഡർ ഉണ്ടായിരുന്നിരിക്കണം. ഉം. ബാക്കി കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടത്തിയിരുന്നു. ഉം. പുള്ളിക്ക് ഈ ഒരു കാര്യത്തിന് ഒത്തിരിയേറെ ആശങ്കകളും ആങ്സൈറ്റിയും ഉണ്ടായിരുന്നു. ഉം. അപ്പം അത് ഒരു വലിയൊരു സമൂഹത്തിൻ്റെ ഉം. മുൻപിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ അവഹേളിതനായപ്പോൾ അദ്ദേഹത്തിന് അത് താങ്ങാനാവാതെ. താങ്ങാനായിട്ട് ഉം. പറ്റിയില്ല. ഉം. കാരണം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ലേണിംഗ് ഡിസബിലിറ്റിയും ഉം. സെൽഫ് എസ്റ്റീമും
അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസും തമ്മിലുള്ള കോറിലേഷൻ ഒക്കെ പ്രത്യേകിച്ചും നോക്കുമ്പോൾ ചെറിയ കുട്ടികളെ ആണെങ്കിൽ നമ്മൾ മടിയാണെന്ന് പറയാം. പക്ഷെ ഒരു മുതിർന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും പറയാ, ഇത്രയും മണ്ടനായിരുന്നോ നീയേ? അതാണ് അത് കുട്ടികൾക്ക് കേൾക്കുന്നതിനേക്കാളും വളരെ പതിന്മടങ്ങ് ഇതായിരിക്കും നമുക്ക് ഇപ്പൊ കുട്ടികളെ മുതിർന്നവർക്ക്. സംബന്ധിച്ചിടത്തോളം ഓക്കെ ആ ഒരു ലെവലിലേ കാണത്തുള്ളൂ, അതെ, അതെ, പഠിച്ചില്ല ഇത്. അതെ. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും നീ ഇത്ര ആ ഇതായിരുന്നോ? എന്നിട്ടാണോ നീ ഇത്രയും ഉള്ള സ്ഥാനത്ത് നിൽക്കുന്നേ? അപ്പൊ അതൊരു സോഷ്യൽ സ്റ്റിഗ്മയിലേക്ക് പോകും, അതെ. അവഹേളിതനാകും. അപ്പൊ ഇവർക്കുണ്ടാകുന്ന നമ്മൾ ഈ പറയുന്ന ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കൊമോർബിഡിറ്റി ഫാക്ടേഴ്സ് എന്ന് ഞങ്ങൾ പറയും. അതായത് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരിൽ കാണപ്പെടുന്ന മറ്റു പ്രശ്നങ്ങളാണ് ആങ്സൈറ്റി, ഡിപ്രഷൻ, സെൽഫ് എസ്റ്റീം, അല്ലെങ്കിൽ അതിന്റെ ഒരു ലോ സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ് ഇല്ലായ്മ. ഇതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പുകളിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. അതെ, അതെ. കാരണം ഇവർക്ക് അങ്ങനെ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനോ അല്ലെങ്കിൽ എഴുതി കൊടുക്കാനോ പറ്റാതെ വരുന്നു, അവിടെ നിന്ന് കമ്പല് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറയാ ഈ അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അടിച്ചമർത്തുന്ന ദുഃഖമായിരിക്കാം ദേഷ്യമായിട്ട് വരിക. അതെ, അതെ. അപ്പൊ എനിക്കതിന് കഴിവില്ല എന്നുള്ളൊരു ഇന്നബിലിറ്റി ഞാൻ അങ്ങ് അംഗീകരിച്ചു വന്നപ്പോ മറ്റുള്ളവരത് പ്രഷറൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ദേഷ്യമായിട്ട് വരാം. അപ്പം അങ്ങനെയൊക്കെ തന്നെ ചിലരുടെയൊക്കെ ഇമേജുകൾ പോയതായിട്ടൊക്കെ നമുക്ക് അറിയാം. കാരണം നല്ല ഇമേജിൽ നിൽക്കുമായിരുന്നു, പക്ഷേ സോഷ്യൽ പ്രഷർ വന്നപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു അഡൾട്ട് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളൊരു അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെ, അതെ. ഓക്കെ, എനിക്ക് എഴുതാനും വായിക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കാര്യം കേട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാനും, കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ഈ സൈഡ്, അതായത് നമ്മൾ ഇപ്പം വിഷ്വൽ പ്രോസസ്സിങ്ങിലൊക്കെ ഡിഫിക്കൽറ്റി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കേ, പെട്ടെന്ന് അവർക്കത് ലെഫ്റ്റ് സൈഡ് ഏതാ, അല്ലെങ്കിൽ എനിക്കും പലപ്പോഴും പറ്റുന്നൊരു കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും തന്നെയൊക്കെ പ്രത്യേകിച്ച് ഡ്രൈവിങ്ങിനൊക്കെ കൂടെ ഇരുന്നുകൊണ്ട് നമ്മൾ കോ ഡ്രൈവേഴ്സ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ GPS ഒക്കെ വെച്ച് പോകുമ്പോഴത്തേക്ക് ഇനി ലെഫ്റ്റ്, പിന്നെ നമ്മൾ നോക്കി ലെഫ്റ്റ് ഏതായിരുന്നു. ഓക്കെ, പക്ഷെ ഇത് എപ്പോഴും തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്, അതായത് ഇപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അതിനെ സ്വാംശീകരിച്ചെടുക്കാനായിട്ട് പ്രോസസ്സിങ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, അതിനാണ് നമ്മൾ വിഷ്വൽ പ്രോസസ്സിങ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ അഡൾട്ടിൻ്റെ തന്നെ കാൽക്കുലേഷൻ്റെ പ്രശ്നങ്ങൾ വരും. പൈസ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നമ്മൾ എത്രയാണ് എണ്ണിയത്, ഇതിന്റെ ബാക്കി പിന്നെ എത്രയായിരുന്നു, പെട്ടെന്ന് കൺഫ്യൂഷൻ കയറി വരും. അപ്പൊ അങ്ങനത്തെ ചിലവർ മുതിർന്നവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ അഡൾട്ട് ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഫീച്ചേഴ്സ് ആണ്. അത് ചുറ്റുള്ളവരും തിരിച്ചറിയുക, പിന്നെ അവനവൻ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം എനിക്കിപ്പോ അങ്ങനത്തെ ഒരു കാര്യത്തിൽ എനിക്കൊരു ഡിസബിലിറ്റി ഉണ്ട്, പക്ഷേ എനിക്ക് മറ്റു കാര്യങ്ങളിൽ എനിക്ക് അതിനെ ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ അവർക്ക് ഏതിലാണോ കൂടുതൽ നൈപുണ്യമുള്ളത്, പ്രാവീണ്യമുള്ളത്, ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ഓർക്കേണ്ട കാര്യം, മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ ഒരു അവഹേളനീയ കാര്യങ്ങളൊക്കെ വരുമായിരിക്കാം, പക്ഷെ അതിനെ അവർ മീനിങ് ഫുള്ളായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് എടുക്കാതിരിക്കുക. ഏതിലാണോ അതിൽ കൂടുതൽ പ്രോംപ്റ്റ് ചെയ്യപ്പെട്ട് പോവുക. അതുപോലെ തന്നെ ഈ അസിസ്റ്റീവ് ഡിവൈസുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നിടത്തോളം ഉപയോഗിക്കുക. കൂടെയുള്ളവരെ സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് നിർത്തുക. അപ്പോൾ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തോടു കൂടി അവർക്ക് ഫങ്ഷനിങ് ആകാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ. പിന്നെ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ അമിതമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഇതിന് ആവശ്യമാണ്.